ഹായ് വെൽക്കം ടു ഓൾ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏജിൻ്റെ ഒരു പ്രോബ്ലമാണ്. നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് പോയി നോക്കാം. ഏജ് ഓഫ് എ ഈസ് ടു ഏജ് ഓഫ് ബി ഈസ് 3:2. 10 years hence the sum of their age will be 80. വാട്ട് ആർ their present ages? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പോൾ പ്രസൻറ്റ് ഏജ് ആണ്. എൻ്റെ ബിൻ്റെ പ്രസൻറ്റ് ഏജ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എ ഈസ് ടു ബി, ഏജ് ഓഫ് എ ഈസ് ടു ഏജ് ഓഫ് ബി എന്ന് പറയുമ്പോൾ 3:2 എന്നുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 10 years hence, അതായത് 10 വർഷങ്ങൾ കഴിഞ്ഞിട്ട് സം ഓഫ് ദെയർ ഏജ് 80 തന്നിട്ടുണ്ട്, 80. അപ്പോൾ 10 വർഷം കഴിയുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റേഷ്യോ ഒരു എക്സും കൂടെ ചേർത്ത് കൊടുക്കാം. എക്സും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എക്സ് ചേർത്തേണ്ട എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് 10 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ സമ്മ് 80 തന്നിട്ടുണ്ട്. അന്നേരം എഴുതി നോക്കാം. 3x, എൻ്റെ വാല്യൂ 3x ആണ് വരിക, ഏജ് പെർസെൻറ്റേജ് പ്ലസ് 10 ഇയർ. അത് കഴിഞ്ഞിട്ട് ബീൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 2x പെർസെൻറ്റേജ് ആയിരിക്കും, പ്ലസ് എന്താണ് വരിക 10 ഈസ് ഈക്വൽ ടു 80. 10 വർഷം കഴിഞ്ഞിട്ടുള്ള സമ്മ് എന്ന് പറയുമ്പോൾ 80 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. 3x പ്ലസ് 2x എന്ന് പറയുമ്പോൾ 5x, പിന്നെ 10 പ്ലസ് 10 എന്ന് പറയുമ്പോൾ 20 ഈസ് ഈക്വൽ ടു 80. അപ്പോൾ നമുക്ക് 5x ഈസ് ഈക്വൽ ടു 60 വരും. 80/20 പോയ 60. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 60 ഡിവൈഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 12. എക്സിൻ്റെ വാല്യൂ 12. നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പോൾ എന്താണ്? പെർസെൻറ്റേജ്, എൻ്റെയും ബീൻ്റെയും പെർസെൻറ്റേജ്. പെർസെൻറ്റേജിൻ്റെ റേഷ്യോ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പെർസെൻറ്റേജിൻ്റെ റേഷ്യോ എത്രയാണ്? 3x 2x. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 3 × 12. 3 × 12 എന്ന് പറയുമ്പോൾ 36. അപ്പോൾ എൻ്റെ പെർസെൻറ്റേജ് 36 വരും. പിന്നെ അതേപോലെ തന്നെ ബീൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 2 × 12 24. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ 36 24 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.